ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, കൺവെൻഷന്റെ സമാപന ദിവസത്തിന് മുമ്പ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇന്നലെ എന്തായാലും കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. എല്ലാത്തിനും നന്ദി പ്രാർത്ഥിക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരനെ പെട്ടെന്ന് ഒരു സാക്ഷ്യം വായിക്കാം. കുഞ്ഞുങ്ങളെ റെഡി, കമോൺ. സ്നേഹബഹുമാനപ്പെട്ട് വിനോദിച്ച എന്റെ പേര് ജെറിൻ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2023 ഡിസംബർ 7-ാം തീയതി സന്ധ്യയായപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും മറ്റ് പല അസ്വസ്ഥതകളും തുടങ്ങി. എനിക്ക് എന്താണ് വിഷമമെന്ന് പറഞ്ഞറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പല ഹോസ്പിറ്റലിലും പോയി ചെക്കപ്പ് നടത്തി. അവരെന്നെക്കൊണ്ട് പല ടെസ്റ്റുകളും നടത്തി. പക്ഷേ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ മെഡിസിൻ എടുത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ എന്റെ ബുദ്ധിമുട്ട് മാത്രം മാറുന്നില്ല. അമ്മ ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ, ഞായറാഴ്ച ഇപ്പം കുറച്ച് മാസങ്ങളിൽ പോയിട്ടുണ്ടാവും. അമ്മ ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിൽ വന്ന ആന്റിയോട് മോന്റെ, അതായത് എന്റെ കാര്യം പറയുകയും ആ ആന്റിയാണ് ബിനോയച്ചനെ കുറിച്ചും PDM സെന്ററിനെ കുറിച്ചും അച്ഛനെ ടോക്കിനെ കുറിച്ചും പറയുകയും വാട്സപ്പ് നമ്പർ തരികയും ചെയ്തു. നോക്കിയ ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ കണ്ടോ. അന്ന് മുതൽ ഞാൻ മുടങ്ങാതെ അച്ഛന്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയതിന്റെ ഫലമായി അത്ഭുതകരമായി എന്റെ എല്ലാ വിഷമങ്ങളും മാറി. പിന്നീട് ഇപ്പൊ ഇത്രയും വർഷമായി പിന്നെ ഒരിക്കലും പല ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നോക്ക് അല്ലേ. അപ്പൊ നോക്കിയാൽ ഞാൻ ഓർക്ക ആ ഒരു ആന്റിയുടെ ഒരു നല്ല മനസ്സ് അല്ലേ. എന്നാന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം, ഓക്കെ വേറെ ഹോസ്പിറ്റലിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ, ഉറപ്പായിട്ടും മരുന്നിലോട്ട് സുഖപ്പെടുന്ന ഈശോ തന്നെയാണ്. പക്ഷേ ഈ ചേച്ചി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതല്ലോ കാര്യം ചെയ്തിട്ട് അത് നോക്കി ചെയ്ത് കാര്യം ടോക്കിനെ കുറിച്ച് പറഞ്ഞ് PDM സെന്ററിനെ കുറിച്ച് പറഞ്ഞ് ഇത് കിട്ടാനുള്ള വാട്സപ്പ് നമ്പറും കൊടുത്തു. അങ്ങനെ വേണം, സ്നേഹമുണ്ട്. മനസ്സിലായോ? എന്താണെന്ന് നോക്കിയാൽ അവൻ കൊച്ചിന്റെ വിശ്വാസം അറിയാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവന് നോക്കിയാൽ അവൻ്റെതായ കൈയക്ഷരത്തിലേക്ക് എഴുതിയിരിക്കുകയാണ്. എന്തായാലും കുട്ടി നീ ഒരു അനുഗ്രഹമായിരിക്കും കേട്ടോ. അവന്റെ സാക്ഷ്യം കേൾക്കുന്നുണ്ടാവും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ അനുഗ്രഹം. ഞാൻ ഓർക്കാണ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഏതെങ്കിലും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വിട്ട് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഞാൻ ടോക്കി പറഞ്ഞ സമയത്ത് അത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് ഇതൊരു കണ്ടത് പറഞ്ഞു, അച്ഛൻ ടോക്കി കാണണമെന്ന് പറഞ്ഞ ആള് ഞാനത് പറഞ്ഞു വന്നത് ഞാൻ ഓർക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നതിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് പ്രാർത്ഥിക്കുക അല്ലേ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം 25:8 തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. തലക്കെട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അല്ലെ. അങ്ങനെ സുഖം വേണ്ട. 25-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നതാണ് കർത്താവ് നല്ലവനും നീതിമാനുമാണ്. കർത്താവ് നല്ലവനാണ് എന്ന് മാത്രം നീതിമാനാണ്. എന്നിട്ട് പറയാ അവിടുന്ന് പാപികളെ നേർവഴിക്ക് നയിക്കുന്നു. സത്യം നിങ്ങൾ എന്ത് ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരാള് ഒരു പാപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിൽ പാപത്തിൽ ചെന്നൊക്കെ ചാടി അല്ലെ നമുക്ക് അഹിതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു. അപ്പൊ എന്ത് ചെയ്തു, അവൻ വഴി തെറ്റി ആകെ തകർന്ന് തരിപ്പണായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു ചിന്ത എന്നതാ അല്ലേ, അവൻ കുറച്ച് അനുഭവിക്കട്ടെ ഇതല്ലേ ചിന്തിക്കുള്ളൂ നമ്മള് അല്ലെ. കുറച്ച് അനുഭവിച്ച് കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നൊക്കെ പഠിച്ചു കയറി കാര്യങ്ങൾ മനസ്സിലാക്കി വരട്ടെ. പക്ഷെ കർത്താവിന്റെ മനസ്സ് നോക്ക്, കർത്താവ് നല്ലവനാണ്, നീതിമാനാണ്. അതുകൊണ്ട് പാപികളെയും എങ്ങനെയെങ്കിലും നേർവഴിക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതല്ലേ ആദ്യ ചരിത്രത്തിൽ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പാപത്തിന്റെ പരിണിതഫലമായ തകർച്ചകളെല്ലാം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ കർത്താവ് തന്നെ എന്തായി കരുണ തോന്നി അവിടുന്ന് നീതിമാനായതുകൊണ്ട് നല്ലവനായതുകൊണ്ട് ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവനെ വീണ്ടെടുത്ത് അവന് നേർവഴി കാട്ടുക അല്ലേ. അതുകൊണ്ട് നമുക്ക് നല്ലവനാണെങ്കിൽ നീതിമാനാണെങ്കിൽ ഒരു ലക്ഷണമെന്ന് പറയുന്നത്, നമ്മൾ നല്ലവെന്ന് പറഞ്ഞാൽ ആരാ, ഉപകാരം ചെയ്യുന്നവനാണല്ലോ നല്ലവൻ. നമ്മുടെ ലോക്കൽ ഭാഷയിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല നല്ലവനെന്ന് പറയുന്നത്. അപ്പൊ അതാണ് നല്ലവനായി ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം പൊതുവെ അല്ല, ഈശോ മാത്രമാണ് അല്ലെ നല്ലവൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആരാണ്, നന്മ ചെയ്യുന്നത് മാത്രമല്ല, ഇങ്ങനെ പാപത്തിൽ വീഴുന്ന ഒരു വ്യക്തിയെ അവൻ എങ്ങനെ നേർവഴിക്ക് തിരിച്ചുവിടാനുള്ള എല്ലാ വിധത്തിലും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ നല്ലവനാണ്. അതാണ് ഈശോ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയും കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. പാപിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ബൈബിളിന്റെ വലിയ ഒരു കൺസെപ്റ്റ് എന്നാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെല്ലാം പറയുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് പാപിയെ തെറ്റായ മാർഗത്തെ ബന്ധിരിക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അർഹനാണെന്ന് യാക്കോബ് 5 കിടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവൻ നല്ലവനാണ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ജീവിക്കുന്നതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമം നടത്തണം. പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, സ്നേഹമെങ്കിൽ സ്നേഹം, പരിഹാരമെങ്കിൽ പരിഹാരം അല്ലെ. ഏതെങ്കിലും തരത്തിൽ കർത്താവ് അനുഗ്രഹിക്കണം കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു.
കർത്താവായ ദൈവമേ, വലിയ സ്നേഹ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് 8 നോമ്പിന്റെ ആദ്യത്തെ ദിവസം കർത്താവെ, ഞങ്ങൾ നോമ്പിലേക്ക് പ്രവേശിച്ച ഇന്നത്തെ ദിവസം കൂടുതൽ ജപമാലകൾ ചെല്ലുന്ന ദിവസമാണല്ലോ കർത്താവെ. അതേപോലെ തന്നെ കർത്താവെ, മത്സ്യമാംസാദികൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നോമ്പ് എടുക്കുന്നവരുണ്ടാവും, കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്നവരുണ്ടാവും. കർത്താവ് പലതരത്തിൽ അങ്ങനെ എല്ലാ നോമ്പിന്റെ ചൈതന്യത്തോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ഇപ്പൊ പറഞ്ഞ വചനത്തിന്റെ ചൈതന്യം ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ആശീർവദിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ദൈവമേ, ചില കുട്ടികളിൽ ശ്വാസമുട്ടൽ മൂലം ക്ലേശിക്കുന്നവര്, അതുപോലെ തന്നെ കർത്താവ് ദൈവമേ, പെട്ടെന്ന് എന്താ നേരത്തിലും ഭയങ്കരമായ അസ്വസ്ഥ വരുന്നു, എത്രമാത്രം ഡോക്ടറെ കാണിച്ചിട്ടും ടെസ്റ്റ് നടത്തിയിട്ടും മരുന്ന് കഴിച്ചിട്ടും വ്യത്യാസമില്ലാത്ത ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്താൽ, ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ, പരിശുദ്ധമായ പ്രത്യേക മാധ്യസ്ഥത്താൽ ഇപ്പോൾ ആശീർവദിക്കുകയാണ്. അതാണ് പൈശാചിക പേര് വിട്ടുപോട്ടെ കർത്താവ്. ഈ കൊച്ചിന്റെ ആ വിശ്വാസ സാക്ഷിക മഹത്വം എല്ലാം അവിടുന്ന് സ്വീകരിച്ച് അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് വിശ്വസിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.